നീലം. ഹലോ, ഹലോ. Oh God. Hey, Geeta! Geeta! Geeta, stop! Hey, Geeta! Why isn't this route covered? Madam. Yeah? ഒരു മെസ്സേജ് ഉണ്ട്. Hello. Yes? Who is speaking? Josephine. Where are you? എവിടെയാണ് നിങ്ങൾ? എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അവളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. You come in, Master. Okay. Give me the address. Can you hear me? Give me the address. Madam, ക്രൈസ്റ്റ് റോഡിന് അടുത്തേക്ക് വരുമ്പോ Yeah? വലതുവശത്ത് ഒരു വലിയ കോംപ്ലക്സ് ഇല്ലേ? Yeah. അവിടെ വന്നാ മതി. Okay, I'll be there soon. അതുവരെ ഗീതയെ സൂക്ഷിച്ചോണം. രക്ഷപ്പെടാൻ അനുവദിക്കരുത്. Okay? ആ രാത്രി എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. പ്രോഗ്രാമിന് മുമ്പുള്ള നെർവസ്നെസ് ഉണ്ടായിരുന്നു. ഡ്രസ്സും മേക്കപ്പ് ഇട്ട ശേഷം തലവേദനയ്ക്കൊരു ഗുളി എടുക്കാമെന്ന് കരുതി ഞാൻ എൻ്റെ മുറിയിലേക്ക് പോവായിരുന്നു. ഇടയ്ക്ക് ടോയ്ലറ്റിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നെന്തോ വീഴുന്ന ഒച്ച കേട്ടു. കോറിഡോറിൽ വന്ന് നോക്കിയപ്പോൾ ആരോ ഒരാൾ വേറൊരാളെ പിന്തുടരുന്നതും വെടിവെച്ച് കൊല്ലുന്നതും കണ്ടു. അത് ഗായത്രി വർമ്മയായിരുന്നു. ഭയന്ന് നിലവിളിച്ചോടെ എന്റെ പിന്നാലെയും അവർ വന്നു. 2 പ്രാവശ്യം എന്റെ നേരെ വെടിവെച്ചു. ഭാഗ്യം കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടത്. മേക്കപ്പ് റൂമിൽ വന്ന് ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ചു. മാഡം, ഐ ആം ഇൻ ട്രബിൾ, കം ഫാസ്റ്റ്. എവിടെയാ മേക്കപ്പ് റൂം? ഇത് തന്നെ. മേക്കപ്പ് റൂമിലേക്ക് വന്ന പ്രിൻസിപ്പലിനോടൊപ്പം ഗായത്രി വർമ്മ ഉണ്ടായിരുന്നു. അവരുടെ നിലയും വിലയും വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് അവർ വിശ്വസിക്കുമെന്ന് എനിക്കപ്പോൾ തോന്നിയില്ല. മാത്രമല്ല, അധികാരവും നിയമവും കയ്യിലുള്ള അവർക്ക് കഥ മാറ്റി കൊലപാതകം എന്റെ മേലാക്കാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ആകെ ഭയന്നുപോയി. കൊലപാതകത്തിന്റെ ഏക ദൃക്സാക്ഷിയായ എന്നെ ഗായത്രി വർമ്മ വെറുതെ വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് രാത്രി ഹോസ്റ്റൽ വിട്ട് ഞാൻ ഓടി. ഇപ്പൊ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് അവർക്കറിയാം. ആ നിലയ്ക്ക് നമ്മളിൽ ആരെയും അവർ ജീവനോടെ വിടില്ല. ഉള്ളിലേക്ക് വന്ന വഴി കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. വെളുക്കും വരെ ഇവിടെ തന്നെ ഇരിക്കാം. വേറെ വഴിയില്ല. സോറി ഗീത, നിന്നെ ഞങ്ങള് വെറുതെ സംശയിച്ചു. നിങ്ങൾ എന്നോടാണ് ക്ഷമിക്കേണ്ടത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ വിശ്വസിക്കൂ. ലോകമെന്ന് പറയുന്നത് കോളേജ് മാത്രമാണെന്ന് നമ്മളെ കരുതി. ശരിയാണ്. നമ്മൾ നാളെ ജീവിക്കേണ്ട ആ പുറത്തുള്ള ലോകത്തെ പറ്റി നമുക്കൊന്നും അറിയില്ലായിരുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് തല്ലുകൂടിയ നമ്മളൊക്കെ എത്ര വെട്ടികളാണല്ലേ. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ
എനിക്ക് അസൂയ തോന്നുന്നു. എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങൾ ഒരുമിച്ച് അനുഭവിച്ചു. എനിക്കും നിങ്ങളെപ്പോലൊരു കൂട്ടുകാരി ഇല്ലാതായിപ്പോയല്ലോ. ഒന്നല്ല, ഇനി മുതൽ 2 കൂട്ടുകാരികളുണ്ടാവും.